Good afternoon, all. Good afternoon, Miss. Just 1 minute. Huh? നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ദെൻ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ പോർഷൻസിലെ ലാസ്റ്റ് ചാപ്റ്റർ. ഇനി നമ്മളുടെ എന്റെ പോർഷനിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ചാപ്റ്റർ ആണ് മൂവ്മെന്റ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. മൂവ്മെന്റ്സ് കേട്ടോ. യൂണിറ്റ് 8 പേജ് നമ്പർ 142 ആണ്. ചാപ്റ്ററിന്റെ പേര് മൂവ്മെന്റ്സ്. നമ്മള് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ പഠിച്ച സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്ക് ചെയ്യുക എന്നത് അല്ലെ. ത്രൂ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലെ. ത്രൂ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ ഒരു വർക്കും കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുക എന്നതാണ് മൂവ്മെന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. വെച്ചാല് നോർമലൈസേഷൻ പോസിബിൾ ആകുന്നത്, നോർമലൈസ് ചൈൽഡായി മാറുന്നത് ആ കുട്ടി നല്ല രീതിയിൽ മൂവ്മെന്റ്സ് പോസിബിൾ ആകുമ്പോഴാണ്. ആ കുട്ടിക്ക് ഫുൾ ഫ്രീഡം വേണം അവന്റെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനും അവന് ഫുൾ ഫ്രീഡം കിട്ടുകയാണെങ്കിൽ അവനിൽ നല്ല രീതിയിലുള്ള ഇന്റലിജന്റ് ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. സോ മൂവ്മെന്റ്സും ഇന്റലിജന്റ് ഡെവലപ്മെന്റും അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും തമ്മിൽ ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് പോസിബിൾ ആകുന്നത്. അപ്പോ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ഒന്നും ചെയ്യാതെ ഇറങ്ങാതിരിക്കുന്ന ഒരു കുട്ടീനേക്കാൾ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന കുട്ടിയിൽ എന്താണ് ഇന്റലിജൻസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും, ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു കുട്ടി അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ് എന്നല്ല പറയുന്നത്. ആ കുട്ടിക്ക് ഇതൊരു ചെറിയ പ്രശ്നമുണ്ട്. എപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഓടിയിട്ട് നടന്ന് നല്ല രീതിയിൽ അവരുടെ എനർജിയൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന കുട്ടികളിൽ എന്താണ് പെട്ടെന്ന് നോർമലൈസേഷൻ പോസിബിൾ ആകും, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ മൈൻഡിനെ ഡെവലപ്മെന്റ് പോസിബിൾ ആകുന്നതാണ്. അപ്പോ മൂവ്മെന്റ്സ് ആൻഡ് തോട്ട്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. നമ്മുടെ മൂവ്മെന്റ്സും നമ്മുടെ തോട്ട്സും കണക്റ്റഡ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഡാൻസ് ചെയ്യുന്ന കുട്ടികളിൽ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്ന കുട്ടികളിൽ നല്ല രീതിയിൽ അവർക്ക് ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഇന്റലിജന്റ് ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. കാരണം ഇവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ബ്രെയിൻ ഡെവലപ്മെന്റിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൈ ഹാൻഡ് കോർഡിനേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡാൻസിന്റെ ഒക്കെ കാര്യത്തില് കണ്ണെത്തുന്നിടത്തേക്ക് കൈയെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു കോർഡിനേഷൻ ഒക്കെ പോസിബിൾ ആകുന്ന കുട്ടികളിൽ എങ്ങനെയായിരിക്കും ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. അതേപോലെ സ്പോർട്സിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളിലും എന്താണ് നല്ല രീതിയിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. Montessori described that movements is very important factor in child's development. മോണ്ടിസോറി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് മൂവ്മെന്റ്സ്. മോണ്ടിസോറി റോട്ട് ദാറ്റ് മെനി സ്കൂൾ ട്രെൻഡ് ടു ഗിവ് പ്രിഫറൻസ് ടു ലെസൺ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ സ്കൂളുകളും അവരുടെ ലെസണിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കരിക്കുലർ ആക്ടിവിറ്റീസ് വർക്ക്സിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വിച്ച് ഇൻവോൾവ്സ് യൂസിങ് your action and movements in normally placed under exercise, physical education or games. അപ്പോൾ കൂടുതലും ലെസൺസ് ഫോക്കസ്ഡ് ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളുടെ എന്താണ് മൂവ്മെന്റ്സ് എപ്പോൾ മാത്രമാണ് നോർമലി പ്ലേസ്ഡ് ആകുന്നത്? നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഗെയിമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ്. ശരിക്കും ഇഫ് ദാറ്റ് ഇസ് ഡൺ ദ ക്ലോസ് കണക്ഷൻ ദാറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിക്കുലവും അതേപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റിയും ഒരുമിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ കുട്ടികളിൽ നല്ല രീതിയിൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ആയിരിക്കും. ഇഫ് ദാറ്റ് ഈസ് ഡൺ, ദ ക്ലോസ് കണക്ഷൻ ദാറ്റ് മൂവ്മെന്റ്സ് ആൻഡ് ഡെവലപ്മെന്റ് മൈൻഡ് ഇന്റലിജൻസ് ഹാസ് വിൽ ബി നെഗ്ലക്റ്റഡ്. എന്നുവെച്ചാല് മൂവ്മെന്റ്സും ഡെവലപ്മെന്റ് ഓഫ് മൈൻഡും വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഇപ്പൊ മൂവ്മെന്റ്സ് ഒന്നും ഇല്ല, പോസിബിൾ അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ്സ് അവിടെ പോസിബിൾ അല്ല. ഓക്കെ, ദ മൂവ്മെന്റ്സ് ഈസ് സെഡ് ടു ഹെൽപ്പ് ദ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ്. ഞാൻ പറഞ്ഞു ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് മൂവ്മെന്റ്സ്. മൈൻഡിന്റെ ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് മൂവ്മെന്റ്സ്. ദ ബ്രെയിൻ ബീങ് ദ സെന്റർ ഓഫ് ദ തോട്ട്സ്. നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ ആണ് നമ്മുടെ തോട്ട്സിന്റെ മൂവ്മെന്റ്സിന്റെ ഒക്കെ സെന്റർ. തോട്ട്സ് ദെൻ മൂവ്മെന്റ്സ് ക്യാരിഡ് ഔട്ട് ബൈ ദ സിഗ്നൽസ് വിച്ച് ദ ബ്രെയിൻ സെൻഡ്. നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസ് അനുസരിച്ചാണ് നമ്മുടെ ഹാൻഡ് ആയാലും എന്തായാലും മൂവ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് യൂസ്ഡ് ടു ഹെൽപ്പ് ആസ് ബ്രീത്ത് ആൻഡ് മൂവ് ബട്ട് ഓൾസോ ടു ഡെവലപ്പ് ഇഫ് ദ ആക്ഷൻ വിച്ച് occurs in connected with the mental activity going on. ജസ്റ്റ് ബ്രീത്ത് ചെയ്യുക, മൂവ് ചെയ്യുക എന്ന് മാത്രമല്ല ബ്രെയിനിന്റെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മുടെ എവറി ആക്ഷൻസിൽ ആരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, നമ്മുടെ ബ്രെയിനിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. സോ നമ്മുടെ മെന്റൽ ആക്ടിവിറ്റീസ് എല്ലാം കണക്റ്റഡ് ആണ് നമ്മുടെ മൈൻഡ് ആയിട്ട്. ദിസ് ഈസ് ലിങ്ക്ഡ് വിത്ത് ആസ് ബീയിങ് ഏബിൾ ടു മൂവ്, എനേബിൾ ആസ് ടു അനലൈസ് ആൻഡ് ലേൺ അബൌട്ട് അവർ സറൗണ്ടിങ്. നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അവരുടെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അവരുടെ പുറമേയുള്ള അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെന്റ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം. കുട്ടികൾ എങ്ങനെയാണ് അത് എക്സ്പ്ലോർ ചെയ്യുന്നത്? ഓരോ കാര്യങ്ങളും തൊട്ട് നോക്കി, ടച്ച് ചെയ്ത് നോക്കി, എന്തെങ്കിലുമൊക്കെ ബൈറ്റ് ചെയ്ത് നോക്കി, ഓരോ മൂവ്മെന്റ്സിലൂടെ അവന്റെ എൻവയോൺമെന്റ് അവരെന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. സോ അവന്റെ ചുറ്റുപാടും അവൻ മനസ്സിലാക്കുന്നതിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആസ് മോണ്ടിസോറി റൈറ്റ്സ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഫിലോസഫർ മസ്റ്റ് യൂസ് സ്പീച്ച് ഓർ റൈറ്റിംഗ് ടു കൺവേ ഹിസ് ഐഡിയ ആൻഡ് ദിസ് ഇൻവോൾവ് മസ്കുലർ മൂവ്മെന്റ്. ഫിലോസഫേഴ്സ് ഒക്കെ അവരുടെ സ്പീച്ചും റൈറ്റിംഗ് ഒക്കെയാണ് അവരുടെ ഐഡിയാസ് കൺവേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ പറയുന്ന മസ്കുലർ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ മൂവ്മെന്റ്സ് അലൗ ആസ് ടു കോണ്ടാക്ട് ഔട്ട്സൈഡ് വേൾഡ്, ബ്രിങ് അലൈവ് അവർ ക്രിയേറ്റീവ് തോട്ട്സ് ആൻഡ് ദ ക്രൂഷ്യൽ റോൾ ഇറ്റ് പ്ലേ ഇൻ ക്രിയേറ്റീവ് റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മുടെ മൂവ്മെന്റ്സിലൂടെയാണ് നമുക്ക് ഔട്ട്സൈഡ് വേൾഡ് ആയിട്ടൊരു കോണ്ടാക്ട് വരുന്നത്. നമ്മളുടെ ആ ഒരു എൻവയോൺമെന്റ്, ഔട്ട്സൈഡ് വേൾഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. She stated that movement is therefore is an essential part of the life and education cannot be seen as moderating or restraining. നമുക്ക് ഈ മൂവ്മെന്റ്സ് പോസിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷനും നമ്മുടെ ലൈഫും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് പോസിബിൾ അല്ല. സോ ത്രൂ മൂവ്മെന്റ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യണം. കുട്ടികൾക്ക് ആ ഒരു അവസരം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, നമ്മുടെ ചുറ്റുപാട് മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ടാബ്ലറ്റ്സ് ഉണ്ട്, സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത് റിലേറ്റ് ചെയ്ത് നമ്മുടെ ചുറ്റുപാടും എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ത്രൂ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് കുട്ടികൾ നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മൂവ്മെന്റ്സ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഇരുന്നോടെ തന്നെ ഇരിക്കാതെ ഓടിച്ചാടിയൊക്കെ നടക്കുകയാണെങ്കിൽ അവരിൽ എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൂടുതലാണ്, അവരിൽ മെന്റൽ ഡെവലപ്മെന്റ് കൂടുതലാണെന്ന് മനസ്സിലാക്കണം. The true purpose of the movement is to give the end of the exercise, that is the development of the mind. മൂവ്മെന്റ്സിന്റെ ട്രൂ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റ് ആണ്. മെന്റൽ ഡെവലപ്മെന്റ് ഇസ് കണക്റ്റഡ് വിത്ത് മൂവ്മെന്റ്സ്. നമ്മുടെ മൂവ്മെന്റ്സും മെന്റൽ ഡെവലപ്മെന്റും എന്താണ്, ഓൾസോ കണക്റ്റഡ്. നമ്മുടെ മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് കണക്റ്റഡ് ആണ്. നല്ല രീതിയിൽ മൂവ്മെന്റ്സും ഒക്കെ ഉള്ള കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റ് ഹൈ ആയിരിക്കും. All movements have most tricky and delicate machinery. എല്ലാ മൂവ്മെന്റ്സിനും അതിൻ്റെതായ ഒരു ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇൻ മാൻ നൺ ഓഫ് ഈസ് സെറ്റിൽ അറ്റ് ബർത്ത്. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഈ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ അവൻ എഴുന്നേറ്റ് ഓടി നടക്കുന്നുണ്ടോ? കമ്പയർ ടു അതർ അനിമൽസ്, മറ്റ് അനിമൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ
നമ്മുടെ മൂവ്മെന്റ്സ് ബർത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ബർത്തിന്റെ സമയത്ത് ഇല്ല. പതിയെ പതിയെ അവന്റെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അവൻ പതിയെ അവന്റെ മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുകയാണ്. എന്നുവെച്ചാൽ ആദ്യം നമ്മൾ പറയും തല ഉറച്ചിട്ടുണ്ട്, കുട്ടിയുടെ തല ഉറച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയും കുട്ടിയെ മുട്ടിലെഴയാൻ തുടങ്ങും, ഇരിപ്പുറയ്ക്കും, ദെൻ പതുക്കെ വെച്ച് പിടിച്ച് നിൽക്കും, ദെൻ വീഴും, വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ അവൻ ബാലൻസ് ചെയ്യാൻ തുടങ്ങി, അവൻ ബോഡി കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ നിർത്താനായിട്ട് തുടങ്ങി. ദെൻ അവൻ പതുക്കെ ഒരു സ്റ്റെപ്പ് വയ്ക്കും, അപ്പൊ അവൻ വീഴും, വീണ്ടും അടുത്ത സ്റ്റെപ്പ് വെക്കും. പതുക്കെയാണ് അവനിൽ എന്ത് നടക്കുന്നത്, മൂവ്മെന്റ്സ് നടക്കുന്നത്. സോ it has to be formed perfectly by the child activity in the environment. അവന്റെ എൻവയോൺമെന്റിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെയാണ് അവന്റെ മൂവ്മെന്റ്സ് പോസിബിൾ ആകുന്നത്. Child has an internal power to bring about coordination. അവന് ഒരു വയസ്സാകുമ്പോഴേ നടക്കുള്ളൂ, അല്ലെങ്കിൽ 1.5 വയസ്സിനുള്ളിൽ നടന്നാൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ ബ്രെയിൻ അവന്റെ എല്ലാ മൂവ്മെന്റ്സിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് പാകാവണം. എന്നാൽ മാത്രമേ അവൻ ആ നടത്തം പോസിബിൾ ആകുള്ളൂ, അവനൊന്ന് വർക്ക് ചെയ്ത് തുടങ്ങുള്ളൂ. മൂവ്മെന്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ നാച്ചുറൽ ഫങ്ഷൻ ഓഫ് ചൈൽഡ്ഹുഡ്. കുട്ടികളെ സംബന്ധിച്ച് ചൈൽഡ്ഹുഡിൽ ഏറ്റവും നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവനിൽ മൂവ്മെന്റ്സും ആക്ടിവിറ്റീസും. ഓരോ കാര്യങ്ങൾ ചെയ്യുക, വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. ഒരു കുട്ടികൾ നമ്മളോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞാൽ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയുന്നത് അനുസരിക്കും. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അങ്ങനെ അനങ്ങാതിരിക്കില്ല, അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവ ചെയ്തുകൊണ്ടേ നടക്കും. അവരുടെ ആ മൂവ്മെന്റ്സ് പോസിബിൾ ആണ്, അവരുടെ ആ ഒരു ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ്, അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതിന്റെ ഭാഗമാണ്. ലേണിംഗ് കംസ് ത്രൂ അവരുടെ ഈ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് ലേണിംഗ് വരുന്നത്. അവർ ഈ ചെറിയ പാത്രങ്ങളൊക്കെ എടുത്ത് എറിയോ അല്ലെ, അല്ലെങ്കിൽ കളിപ്പാട്ടം എന്ത് കിട്ടിയാലും എറിഞ്ഞു കളിക്കും അല്ലെ, ഒരു സൗണ്ട് കേൾക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ട് അവർ ലേൺ ചെയ്യാണ്. ഓരോ പാത്രം എറിയുമ്പോഴും അതിന്റെ ആ ഒരു പിച്ചും കാര്യങ്ങളും അവർ ലേൺ ചെയ്യാണ്. ചെയ്താണ് അവരെല്ലാ കാര്യങ്ങളും ശീലിക്കുന്നത്. എല്ലാ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് അവരിൽ ഡെവലപ്മെന്റ് വരുന്നത്. ആക്ടിവിറ്റി ബിക്കം മോർ ആൻഡ് മോർ ഇമ്പോർട്ടന്റ് ടു ദ ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഓരോ ആക്ടിവിറ്റീസും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് അവരുടെ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മൂവ്മെന്റ്സ് ദാറ്റ് സ്റ്റാർട്ട് ദ ഇന്റലിജന്റ് വർക്കിംഗ്. ഒരു കുട്ടിയുടെ മൂവ്മെന്റ്സിലൂടെയാണ് അവന്റെ ഇന്റലിജൻസ് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ചൈൽഡ് കോർഡിനേറ്റ് ഹിസ് ഓൺ മൂവ്മെന്റ്സ് ആൻഡ് റെക്കോർഡ് ദ ഇമോഷൻസ് ഹി എക്സ്പീരിയൻസ് ഇൻ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് എക്സ്റ്റേണൽ വേൾഡ്. അവൻ അവന്റെ മൂവ്മെന്റ്സ് കാര്യങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ റെക്കോർഡ് ഇമോഷൻസ്, അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവന്റെ ഇമോഷൻസും കാര്യങ്ങളും എക്സ്റ്റേണൽ വേൾഡായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവന് വരുന്ന എന്താണ് ഇമോഷൻസും കാര്യങ്ങളും അവനത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും, റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോ ഒരു കുട്ടീനെ സംബന്ധിച്ച്, ഒരു ചൈൽഡിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മൂവ്മെന്റ്സ്. അയ്യോ നമ്മുടെ കുട്ടി അടങ്ങി ഒതുങ്ങിയൊന്നും ഇരിക്കുന്നില്ല, അല്ല അവനെ പിടിച്ചാൽ കിട്ടുന്നില്ല, അത്രയും ഒരു ഹൈപ്പർ ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഭയങ്കര ആക്റ്റീവ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ അവനിൽ ഇന്റലിജൻ ഡെവലപ്മെന്റ് ഉണ്ട്. അവൻ നല്ല രീതിയിൽ അവന് ലേൺ ചെയ്യണം, അവന്റെ ചുറ്റുപാടും അവന്റെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാണ്. നമ്മൾ അവനെ മാറ്റി നിർത്തല്ല വേണ്ടത്. അവൻ എന്ത് ചെയ്യാണ്, ഇപ്പോ കുട്ടികൾ പാത്രം എറിയുമ്പോൾ നമ്മൾ വഴക്ക് പറയോ അല്ലെ, അങ്ങനെയല്ല, അവരത് എന്താണത്, സൗണ്ട് എങ്ങനെ വരുന്നത് എന്നൊക്കെ അവൻ എന്താ പറയാ ഓൺ എഡ്യൂക്കേഷൻ ആണ്. അവൻ തന്നെ ലേൺ ചെയ്യണം അതിന്റെ സൗണ്ട് എങ്ങനെയാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു സ്പൂൺ എടുത്ത് എറിഞ്ഞു നോക്കും, അപ്പൊ അതിന്റെ സൗണ്ട് വേറെയാണ്. അപ്പൊ അവൻ ഓൺ ആയിട്ട് അവൻ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാണ്, മനസ്സിലാക്കുകയാണ്. The movements the child obtain are not choose haphazardly but are fixed. കുട്ടികളുടെ നമ്മുടെ മൂവ്മെന്റ്സ് ചൂസ് ചെയ്യുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. നമുക്കറിയാം, ഒരു വയസ്സ് 1.5 മാസമൊക്കെ ആകുമ്പോഴേക്കും കുട്ടിയുടെ തല ഉറയ്ക്കും നമുക്കറിയാം. ഒരു 3 വയസ്സാകുമ്പോഴേക്കും കുട്ടി കമന്ന് വീഴും. ഒരു 5 മാസം 3 വയസ്സ് എനിക്ക് മിസ്റ്റേക്ക് പറ്റി, 1.5 മാസം ആവുമ്പോഴേക്കും കുട്ടികളിൽ അവരുടെ തല ഉറയ്ക്കും. ഒരു 3 മാസം 3 വർഷം എന്നാ പറഞ്ഞത്, സോറി ട്ടാ. ഓക്കെ, 3 മാസം ആവുമ്പോഴേക്കും കുട്ടിയിൽ എങ്ങനെയാ, അവരൊന്ന് കമന്ന് വീഴും. ഒരു 5 മാസമൊക്കെ ആവുമ്പോ ഒന്ന് ഇരിപ്പുറയ്ക്കും, അല്ലെങ്കിൽ അവര് മുട്ടിലെഴയാൻ തുടങ്ങും. ചില കുട്ടികളിൽ 5 മാസമാണ് മുട്ടിലെഴയണമെങ്കിൽ, ചില കുട്ടികളിൽ 5 മാസത്തിൽ ഇരിക്കുകയാണ്
അതേപോലെ 8 മാസം ആകുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ കുട്ടികൾ ഇഴഞ്ഞ് നല്ല രീതിയിൽ ഇഴയാൻ തുടങ്ങും, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ അവർക്ക് ബാലൻസ് ചെയ്ത് ഇരിക്കാൻ തുടങ്ങും. അത് കുട്ടികളിൽ കമ്പയർ ടു ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ചില കുട്ടികളിൽ മുട്ടിലിഴയും, ചില കുട്ടികളിൽ ഇരിപ്പുറയ്ക്കും. ഓക്കെ, പിന്നെ ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർ പിടിച്ച് നിൽക്കാൻ തുടങ്ങും. എന്തെങ്കിലും ഒരു ഇതൊന്ന് ബാലൻസ് ചെയ്ത് മേ ബി ടേബിൾ ബാലൻസ് ചെയ്ത് അവിടെ പിടിച്ചെഴുന്നേറ്റ് നിൽക്കാൻ നോക്കും. പിന്നെ ഒരു വയസ്സിന്റെ ശേഷം അവർ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, പിച്ച വെച്ച് നടക്കാൻ തുടങ്ങും. വീഴും, വീണ്ടും നടക്കും. അങ്ങനെയാണ് ബാലൻസിങ് വരുന്നത് കേട്ടോ. പക്ഷെ ഇത് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല. കുട്ടി നടക്കണം, കുട്ടി 8 മാസത്തിൽ നടക്കണം, അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. ഫിക്സഡ് ആണ്, അതെല്ലാ കുട്ടികളിലും നാച്ചുറലി സംഭവിക്കുന്നതാണ്. അപ്പോ കുട്ടികൾ 1.5 വയസ്സ് കഴിഞ്ഞിട്ടും നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒന്ന് പീഡിയാട്രിഷനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. 1.5 വയസ്സ് കഴിഞ്ഞിട്ടും 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു പദ്ധതി ആയിരിക്കും. അവർ ഓരോ കാര്യങ്ങൾ അവരുടെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ഒക്കെ ആയി വരുമ്പോഴേക്കാണ് അവർക്ക് ഫുൾ ആയിട്ട് അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് ഈച്ച് പ്രൊസീഡ്സ് ഔട്ട് ഓഫ് പർട്ടിക്കുലർ പീരീഡ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ഞാൻ പറഞ്ഞ പോലെ ഓരോന്നിനും അതിൻ്റെതായ ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട്. ആ ഒരു പീരീഡിനനുസരിച്ച് അവരുടെ ഈ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. When the child begins to move, his mind able to absorb has already taken his surroundings. അവൻ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ അവന്റെ മൈൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. ഓരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യും. ഏബിൾ ടു അബ്സോർബ്, ഓൾറെഡി അവന്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ അവൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പറഞ്ഞിട്ടില്ലേ, കുഞ്ഞു കുട്ടികളുള്ള വീടുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ വീട് ഫുൾ ക്ലീൻഡ് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെച്ചാല് നമ്മൾ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ക്ലീൻ, ഒരു പൊടി പോലും ഉണ്ടാവില്ല. എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിടും. കാരണം എന്താണ്, കുട്ടികൾ താഴത്ത് എഴഞ്ഞു നടക്കും അല്ലെ. അപ്പൊ അവിടെ എന്തെങ്കിലും താഴത്തുണ്ടെങ്കിൽ അതെടുത്ത് അവരെന്ത് ചെയ്യും, വായിൽ വയ്ക്കും. അങ്ങനെ അവരത് എന്ത് ചെയ്യാൻ, അത് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക, ടച്ച് ചെയ്ത് നോക്കുന്നു, കഴിച്ചു നോക്കുന്നു, ടേസ്റ്റ് ചെയ്യുന്നു. അവർക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ചെറിയൊരു മുത്തോ അല്ലെങ്കിൽ എന്താ പറയാ ഒന്നും താഴത്തിടില്ല. അതെന്താണ്, അവർ വായിലെടുത്തിടും. അവർക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത്. സോ അവരെന്ത് ചെയ്ത് നോക്കും, ആദ്യം അത് ബൈറ്റ് ചെയ്ത് നോക്കും, അത് ടച്ച് ചെയ്ത് നോക്കും, പിന്നീട് ഇത് ബൈറ്റ് ചെയ്ത് നോക്കും. അവര് അത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിൽ അങ്ങനെ പോകും. He is directed by a cryptic power, great and wonderful, that he is manifest little by little. അവന്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു എക്സ്പ്ലോറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പതിയെ അവന്റെ ചുറ്റുപാടും അവൻ എന്ത് ചെയ്യും, മനസ്സിലാക്കി അവൻ എക്സ്പ്ലോർ ചെയ്യും. ഇൻ ദിസ് വേ ഹി ബിക്കേം എ മാൻ. അങ്ങനെ അവന്റെ ചുറ്റുപാടും എൻവയോൺമെന്റും എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ അവൻ ഒരു വ്യക്തിയായിട്ട് മാറും. വിത്ത് ഹിസ് ഹാൻഡ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് നമ്മുടെ ഹാൻഡ്സ് എന്ന് പറയുന്നത്. കുട്ടികളിലെ ഹാൻഡ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബൈ എക്സ്പീരിയൻസ് അവൻ ഏതൊരു കാര്യം ചെയ്യാനും കുട്ടി യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവന്റെ ഹാൻഡ് ആണ്. ഫസ്റ്റ് ഇറ്റ് പ്ലേ ദെൻ പ്രൂവ് വർക്ക്. കുട്ടികൾ ഇപ്പൊ മെറ്റീരിയൽസ് ആണ് വിചാരിക്കും, മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. ആദ്യം അവനത് കളിക്കായിരിക്കും, ചിലപ്പോ പിങ്ക് ടവറൊക്കെ യൂസ് ചെയ്ത് അവനത് കളിക്കായിരിക്കും. പതിയെ അവൻ ആ ഒരു വർക്കിലേക്ക് കൂടുതലായിട്ട് അവൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ദ ഇൻസ്ട്രുമെന്റ് ഏറ്റവും മാന്റെ ഇന്റലിജൻസിന്റെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് അവന്റെ കൈയാണ്. ദ ഹാൻഡ് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻ ഇന്റലിജൻസ്. ഒരു വ്യക്തിയുടെ ഇന്റലിജൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഏതാണ്, ഹാൻഡ് ആണ്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ പഠിക്കണം എന്ന് വിചാരിക്കും. ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. എനിക്ക് നല്ല പഠിക്കണം എന്നുണ്ട്. ഇപ്പോ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായിച്ച് പഠിക്കുമ്പോൾ എനിക്ക് ക്യാച്ച് ചെയ്യും, മനസ്സിലാക്കും, കണ്ടന്റ് ഒക്കെ മനസ്സിലാക്കും. പക്ഷെ ഞാനത് ഒരു പ്രാവശ്യം എന്ത് ചെയ്യും നോക്കും, എഴുതി നോക്കും. പണ്ട് സോഷ്യലൊക്കെ പഠിച്ചിരുന്നപ്പോ മുതലുള്ള ശീലമാണ്, എഴുതി തുടങ്ങിയതാണ്. എഴുതി നോക്കുമ്പോൾ എനിക്ക് ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമ്മള് വായിച്ച് പഠിക്കുന്നതിൽ കൂടുതൽ എനിക്ക് എഴുതി പഠിക്കുമ്പോൾ അത് ക്യാച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എഴുതുമ്പോൾ എന്ന് പറയുന്നത് അവിടെ ഹാൻഡ് മൂവ്മെന്റ് പോസിബിൾ ആണ്. നമ്മുടെ ഐയും ഹാൻഡും കോർഡിനേഷൻ കറക്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാനായിട്ട് പറ്റുള്ളൂ. ഐയും ഹാൻഡും മാത്രമല്ല, അവിടെ നമ്മൾ റീഡും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ 3 സെൻസും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ മാത്രമാണ് റൈറ്റിംഗ് പോസിബിൾ ആകുന്നത്. അപ്പൊ ഹാൻഡ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാത്സിന്റെ വ്യക്തിയുടെ ഇന്റലിജൻസിനെ സംബന്ധിച്ച്. കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഹാൻഡ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞല്ലേ, അതിനുവേണ്ടി നമുക്കൊരു ആക്ടിവിറ്റി കൊടുക്കാം കുട്ടിക്ക്. നല്ല രീതിയിൽ ഈ ഒരു ഹാൻഡിന്റെ കോർഡിനേഷൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് കളറിങ്. ഓക്കെ, ചില കുട്ടികൾക്ക് KG സെഷൻ മുതൽ KG മുതൽ അവര് ഒരു വർക്ക് ചെയ്യിപ്പിക്കാൻ അവർ കളറിങ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് അല്ലെ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നേ? കളറിങ് ചെയ്യുന്നതിലൂടെ അവൻ ആ ഒരു ഹാൻഡിന്റെ മൂവ്മെന്റ്സ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, പുറത്ത് പോവാതെ ലൈൻ പുറത്ത് പോവാണ്ട് എങ്ങനെ വരയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കും. കുട്ടികൾ തന്നെ അത് കറക്റ്റ് ആയിട്ട് ആദ്യം ചെല്ലുമ്പോ ചിലപ്പോ കുത്തി വരച്ചൊക്കെ ഇടും. ഇപ്പൊ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ് ആണെങ്കിൽ ആദ്യം നമ്മൾ കളർ ചെയ്യാൻ പേപ്പറും ക്രയോൺസും കൊടുത്ത് അവരുടേതായ രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ പതിയെ പതിയെ അവൻ ആ കൺട്രോളും കോർഡിനേഷനും പതിയെ പതിയെ അവൻ ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഹാൻഡ്സ് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻ ഇന്റലിജൻസ്. He made his mind step by step till it became enhanced of memory. ആ പതിയെ പതിയെ അവൻ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യും. അത് അവന്റെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യും. ദ പവർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദ കപ്പാസിറ്റി ടു തിങ്ക്. അതിലൂടെ അവൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കും, പിന്നെ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. The human hands allows the mind to reveal itself. നമ്മുടെ ഹാൻഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡ് റിവീൽ ചെയ്യുന്നത്. കുട്ടികളെ സംബന്ധിച്ച് അവർ ചെറിയ ഒരു ഇല കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് പറിച്ചെടുക്കും. പറിച്ചെടുത്താൽ അതിനെ കിള്ളിയൊക്കെ നോക്കും, അതൊക്കെ നോക്കും. പൂവാണെങ്കിലും ഇലയാണെങ്കിലും അത് കിള്ളി നോക്കും. പിന്നെ അടുത്തതായിരിക്കും ബൈറ്റ് ചെയ്യും, കടിച്ചു നോക്കും, ഇല്ലേ? അപ്പൊ അവര് എക്സ്പ്ലോർ ചെയ്യാണ് ഓരോ കാര്യങ്ങളും, അവരത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്. It enables the whole being to be enter a special relationship with the environment. നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് നമ്മൾ ആ ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിൽ ഹ്യൂമൻ ഹാൻഡ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ഹാൻഡ്സ് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോ നമുക്ക് കാഴ്ച ശക്തി ഇല്ലാത്ത കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നത് അവരുടെ കൈകളിലൂടെയാണ് അല്ലെ. അപ്പോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ പാർട്ട്, ബോഡി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സിന് അല്ലെങ്കിൽ ഹാൻഡ്സിന്റെ ആ ഒരു മൂവ്മെന്റ്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ഹിസ് ഇന്റലിജൻസ് ട്രാൻസ്ഫോംസ് ഹിസ് എൻവയോൺമെന്റ് ആൻഡ് ദിസ് എനേബിൾ ഹിം ടു ഫുൾഫിൽ ഹിസ് മിഷൻ ഇൻ ദ വേൾഡ്. അവൻ ഈ വേൾഡിലേക്ക് വന്ന മിഷൻ പോസിബിൾ ആക്കുന്നത്, അവന് ഭൂമി എക്സ്പ്ലോർ ചെയ്യുന്നത്, നമ്മളെല്ലാവരും ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ നമ്മളുടെയും ഭൂമിയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ഭൂമിക്ക് ദോഷകരമായിട്ട് വഹിക്കുന്ന രീതിയിലൊന്നും നമ്മൾ കംപ്ലൈന്റ് ഒന്നും ആക്കാതെ അല്ലെങ്കിൽ ഭൂമിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുക. അപ്പൊ നമ്മൾ ഭൂമിയെ മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ പ്രകൃതി മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ ചുറ്റുപാട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഹാൻഡ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ എഡ്യൂക്കേഷൻ ഓഫ് ദ മൂവ്മെന്റ് ഇസ് കോംപ്ലെക്സ്. മൂവ്മെന്റ്സിനെ കുറിച്ച് എഡ്യൂക്കേഷൻ ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആസ് ഇറ്റ്സ് മസ്റ്റ് കോയിൻസിഡൻസ് വിത്ത് കോർഡിനേറ്റഡ് മൂവ്മെന്റ്സ്. കാരണം നമ്മുടെ കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിച്ച് ദ ചൈൽഡ് ഹാസ് ടു enact in his psychological organism. Okay, psychological organism. നമ്മള് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വ്യക്തിയുടെ ഇന്റലിജൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്ത്? മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ എഡ്യൂക്കേഷൻ, മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ വളരെ കോംപ്ലെക്സ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. Freedom of movements grants the child the convenience to observe and explore the prepared environment. ഫ്രീഡം ഓഫ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് അവർക്ക് കൺവീനിയൻസ് കൊടുക്കാണ്. അവരുടെ ചുറ്റുപാടും ഒബ്സർവ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും അവർ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമാണ് മൂവ്മെന്റ്സ് പോസിബിൾ ആക്കുന്നത്. കോൺസ്റ്റന്റ്ലി ദ മൂവ്മെന്റ്സ് ചൈൽഡ് ആക്ടിവിറ്റി യൂസ് ആൻഡ് റിഫൈൻസ് her sense as she absorb the world around. അവരുടെ ചുറ്റുപാടും അവൾ ഓരോ കാര്യങ്ങൾ അവൾ സെൻസ് ചെയ്യുന്നു. നമുക്കറിയാം സെൻസറി മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ കുട്ടികൾ ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്യുന്നു. While the child in traditional classroom is generally confined to her desk. സാധാരണ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം ട്രഡീഷണൽ ക്ലാസ് റൂമിൽ അവൈലബിൾ ആണോ? കുട്ടികൾക്ക് അവർക്കൊന്ന് എഴുന്നേക്കണമെങ്കിൽ പോലും
ജസ്റ്റ് ഒന്ന് എഴുന്നേൽക്കണം എന്ന് പോലും ആ ഒരു മൂവ്മെന്റ് പോസിബിൾ ആണെങ്കിൽ പോലും അവന് പെർമിഷൻ വാങ്ങിക്കണം അല്ലെ. അപ്പൊ പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ അനങ്ങാൻ പാടില്ല, നടക്കാൻ പാടില്ല എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനും അത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനും നമ്മൾ ഫുൾ ഫ്രീഡം നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. While the child in traditional classroom is generally confined to her desk. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടീനെ അവിടെ ഡെസ്കിൽ അവിടെ എന്ത് ചെയ്തിരിക്കാം, നിർബന്ധിച്ച് അവിടെ നിർത്തിയിരിക്കാം, അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കാം. ലെഫ്റ്റ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ടു ലിസൺ. ടീച്ചർ എന്ത് പറയുന്നു അത് ഫുള്ളും നമ്മൾ ലിസൺ ചെയ്യണം. ഫുൾ ടൈമും ടീച്ചറിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടേയിരിക്കണം. The child in Montessori classroom is active rather than a passive learner. അപ്പൊ മോണ്ടിസോറി ക്ലാസ് റൂമിനെ സംബന്ധിച്ച് നമ്മൾ ആക്റ്റീവിനേക്കാൾ ഒരു പാസീവ് ലേണർ. അവർ സ്വയമാണ് പഠിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്ത് തെറ്റുകൾ എറർ ഓഫ് കൺട്രോളിലൂടെ അവർ സ്വയം തിരുത്തിയും കാര്യങ്ങളെല്ലാം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Who make good use of all his field while openly moving about the prepared environment. നമ്മൾ പ്രിപ്പയർ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ അത് ഓരോന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. Moreover, movements is connected to divine development. കുട്ടിയുടെ ഡെവലപ്മെന്റ് പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ മൂവ്മെന്റ്സ് കമ്പൽസറി വേണം. ഒന്നും ചെയ്യാതിരിക്കുന്ന കുട്ടിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നല്ല രീതിയിൽ ഇത്തിരി കുറുമ്പൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും. ഫിസിക്കൽ ആക്ടിവിറ്റി nourish the mind, whole being, include the spirit. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, നമ്മുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവിനെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. മോണ്ടിസോറി accepted if the muscles which should normally be functioning are dormant, there is not only the physical but a psychic depression as well. ഇനി ഒരു കുട്ടിയുടെ മസിൽസ് മൂവ്മെന്റ്സ് ഒന്നും ചെയ്ത് ഒരുപാട് കാലത്തേക്ക് ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ കുട്ടികളിൽ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് മാത്രമല്ല സൈക്കിക് ഡിപ്രഷൻ വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ചില കുട്ടികൾ ഒന്നും ചെയ്യാതെ വീട്ടിൽ വെറുതെ ഗെയിം ഒക്കെ കളിച്ചിരിക്കുകയാണെങ്കിൽ അവരിൽ എന്താണ് ഈ പറഞ്ഞ പോലെ സൈക്കിക് ഡിപ്രഷനും കാര്യങ്ങളും വരും. ദിസ് ഈസ് വൈ ആക്ഷൻ ക്യാൻ ഹാവ് ആൻ ഇൻഫ്ലുവൻസ് ഓൾസോ അപ്പോൺ വൺ സ്പിരിച്വൽ എനർജി. നമ്മുടെ ആക്ഷൻസിന്, നമ്മുടെ മൂവ്മെന്റ്സിന്, നമ്മുടെ സ്പിരിച്വൽ എനർജിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മൂവ്മെന്റ്സും കാര്യങ്ങളും പോസിബിൾ ആക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്പിരിച്വൽ എനർജീനെ അത് അഫക്ട് ചെയ്യും. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, നമ്മൾ കുറെ ടൈം എടുത്ത് ഒരു കാര്യം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് ഡാൻസ് പെർഫോമൻസ് ആണ്. കുറച്ച് ടൈം ഒക്കെ എടുത്ത് നമ്മൾ ഡാൻസ് പെർഫോമൻസ് ചെയ്തു എന്ന് വിചാരിക്കും. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഞാൻ ചെയ്തല്ലോ. അപ്പൊ നമ്മള് മൂവ്മെന്റ്സ് ആണ് ഡാൻസ് ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് മൂവ്മെന്റ്സ് ആണ്. നമ്മൾ കുറെ നാളായിട്ട് ഈ ക്ലാസിക്കൽ ഡാൻസ് കാര്യങ്ങളൊക്കെ ലേൺ ചെയ്ത് അറ്റ് ലാസ്റ്റ് നമ്മൾ ആ ഒരു അനങ്ങേറ്റ് കഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, ഇവിടെ ഒരു ഹാപ്പിനെസ് കിട്ടില്ല. അതാണ് വിത്തൗട്ട് ആക്ടിവിറ്റി എ ചൈൽഡ് എനർജി സപ്ലൈ ഈസ് ട്രെയിൻഡ്. ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ എനർജി എങ്ങനെയാണ് അവിടെ ഉണ്ടാവില്ല, ട്രെയിൻ ചെയ്ത് പോകും. കോസിംഗ് ലേണിംഗ് ടു മോർ ഡിഫിക്കൽട്ട് ടാസ്ക് ദാൻ ഇറ്റ് would be if there was a freedom to move. അപ്പൊ നമ്മൾ കൂടുതലായിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പറഞ്ഞോളൂ രാജശ്രീ. എന്താണ് എനർജി എന്ത് ചെയ്തു പോകുന്ന പറഞ്ഞ മനസ്സിലായില്ല. എനർജി ട്രെയിൻ ചെയ്ത് പോകും, ട്രെയിൻ വറ്റി വരണം, ആ ഒരു മീനിങ് വെച്ചാൽ ഇല്ലാതെ ആകും. നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല. എക്സാമ്പിൾ പറയാണ്, നമ്മൾ ഒന്നും ചെയ്യാതെ രണ്ട് എക്സാമ്പിൾ എടുക്കാം. ഒരു കുട്ടി നല്ല രീതിയിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് ഒരു ഫാമിലിയിൽ തന്നെ രണ്ട് കുട്ടികൾ, മൂത്താളും ഇളയാളും. മൂത്താളാണെങ്കിൽ പുറത്തേക്കൊന്നും പോവില്ല, എവിടെയും പോവില്ല. അവൻ കൂടുതൽ സമയം ഈ മൊബൈൽ ഫോണിലും അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ ഗെയിമൊക്കെയാണ് കളിക്കുന്നത്. അവൻ വേറൊന്നും ചെയ്യുന്നില്ല, അവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് അടക്കം ഇതൊക്കെ കൂടുതലാണ്. വീട്ടിൽ വെറുതെ ഇരുന്ന് ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്ത കുട്ടി എന്ന് പറയുന്നത് അവൻ പുറത്തൊക്കെ പോകും, സൈക്കിളൊക്കെ ചവിട്ടാൻ പോകും, ഫ്രണ്ട്സിന്റെ ഒപ്പം ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കാനൊക്കെ പോകും. നല്ല കൂടുതൽ സമയം അവൻ നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്, ഇങ്ങനെ പ്ലേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഏത് കുട്ടിക്കായിരിക്കും മൂവ്മെന്റ്സ് പോസിബിൾ, അല്ലെങ്കിൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് പോസിബിൾ ആകുന്നത് ഇളയ കുട്ടിക്കാണ്. മൂത്ത ആളുടെ എനർജി സപ്ലൈ പതിയെ കുറഞ്ഞു വരും, ഡ്രെയിൻഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരും.
പിന്നെ അവനൊരു ഉന്മേഷം ഉണ്ടാവില്ല, ഒരു കാര്യം ചെയ്യാനും അവനെ കൊണ്ട് പറ്റൂല, ഇങ്ങനെ ഒടിഞ്ഞു തോന്നിയ ഒരവസ്ഥ. നിങ്ങൾ ഈ ഇടയ്ക്ക് ലോക എന്ന് പറഞ്ഞ സിനിമ കണ്ടോ? ലോക കണ്ടോ? ഇല്ല, അയ്യോ, കാണാനുള്ള ടൈമില്ല. ഒരു സമയം ഫിലിം കാണാനുള്ള ടൈം കിട്ടണില്ല. ആണോ? വർക്കും ക്ലാസ്സും എല്ലാം കൂടി ആയിട്ട് അല്ലേ? അതെ മിസ്സേ, വല്ലപ്പോഴും ഒന്ന് പോയി കാണും, പക്ഷെ അങ്ങനെ എല്ലാം കാണാനൊന്നും പറ്റാറില്ല. ഓക്കെ, ഫോണിലൊക്കെ കിട്ടും. അത് ലോക എനിക്ക് കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അതില് നമ്മുടെ സലിംകുമാറിന്റെ മോൻ അവതരിപ്പിച്ചൊരു ക്യാരക്ടർ ഉണ്ട്, ചന്തു സലിംകുമാർ എന്ന് പറയും. ആ ക്യാരക്ടർ ഡോക്ടറാണ്. അവൻ ഡോക്ടർ ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ അവനോട് അവൻ ഇരുന്നവിടെ തന്നെ ഇരിക്കാം, ഒന്നും ചെയ്യാതെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, റിമോട്ട് എവിടെ? റിമോട്ട് കുറെ നേരമായിട്ട് കാണാനില്ലാണ്. അപ്പം ഒരാൾ പറഞ്ഞേ ഇരിക്കണല്ലേ റിമോട്ട്, എന്നാ ചാനലൊന്ന് മാറ്റിക്കേക്ക് എന്ന് പറയാം. കാരണം അവൻ ആ മൂവ്മെന്റ് ചെയ്യാതെ, ഒന്നും ചെയ്യാതെ അവൻ ആ ഒരു സൈക്കിക് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രശ്നം നമ്മൾ കൊറോണയുടെ സമയത്ത് കുറച്ച് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡിന്റെ സമയത്ത് നമ്മുടെ കുട്ടികൾ പുറത്തൊന്നും പോയി കളിക്കുന്നില്ല, കൂടുതലും അവർ ഈ ഫോണിലേക്ക് ഒതുങ്ങി കഴിഞ്ഞപ്പോ ആ ഒരു ടൈമിൽ നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നമായിരുന്നത് കേട്ടോ. അപ്പൊ അവരുടെ എനർജി സപ്ലൈ കുറവാണ്, അവർക്ക് ഈ ഉന്മേഷവും കാര്യങ്ങളും കുറവാണ്. പിന്നീട് ഈ കോവിഡ് മാറിയപ്പോൾ നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് കുട്ടികളെ ഇതേപോലത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതിലൂടെ അവരുടെ എനർജി സപ്ലൈ കൂടി വരും. ഓക്കെ, നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ കുട്ടികള് ഒന്നും ചെയ്യുന്നില്ല, അല്ല, ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ എന്താണ് എനർജി സപ്ലൈ കൂടുതലായിരിക്കും. അതേപോലെ അവരിൽ ഈ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. അപ്പൊ ഒന്നും ചെയ്യാതിരിക്കുന്ന കുട്ടികൾ എന്നാണ് പറയുന്നത്, നല്ല ഞെട്ടുള്ള കുട്ടികളാണ്, അങ്ങനെയല്ല, അവർ ഫുൾ പഠിയന്മാരാണ്. അപ്പൊ ഒരു കുട്ടിയില് നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റ് പോസിബിൾ ആകുന്നത്. ഓക്കെ, ഇനി ലേണിംഗ് കോഴ്സിംഗ് ലേണിംഗ് ടു മോർ ഡിഫിക്കൽട്ട് ടാസ്ക്. ഇപ്പൊ നമ്മൾക്ക് എനർജി ഇല്ലെങ്കിൽ നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, നമുക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ മോണ്ടിസോറി emphasized, in fact, it is only by moments that personality can express itself. നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രീഡം ഓഫ് ദ മൂവ്മെന്റ്സ് ക്ലിയർലി റിലേറ്റിംഗ് ടു ദ ഫ്രീഡം ഇൻ ജനറൽ. നമ്മുടെ ഫ്രീഡം ടു മൂവ്മെന്റ്സ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്സ്. അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരിക്കാനും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മോണ്ടിസോറി ക്ലാസ് റൂംസും ഈ വരാന്തകളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും, അതൊരു ഗാർഡൻ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഈ കുട്ടികൾക്ക് വരാന്തയിൽ പോയി കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും, അല്ലെങ്കിൽ കുറച്ചു നേരം നമ്മൾ ഗാർഡനിൽ പോയി റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള പെർമിഷൻ നമ്മൾ അലൗ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് നമ്മള് ഒരു CBSE സ്കൂളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു CBSE സ്കൂൾ എടുക്കുകയാണെങ്കിൽ അവിടെ കുട്ടിക്കൊന്നും ജസ്റ്റ് എഴുന്നേക്കണമെങ്കിൽ പോലും എന്താ ആ ടീച്ചറിന്റെ പെർമിഷൻ വേണം. നമ്മൾ ഇരുന്നിടത്തുനിന്ന് ഹാൻഡ് ഒന്ന് റൈസ് ചെയ്യും അല്ലെ, ഹാൻഡ് റൈസ് ചെയ്തിട്ട് ടീച്ചറിനോട് ചോദിക്കാം, പെർമിഷൻ വാങ്ങിക്കണം, എന്നാൽ മാത്രമേ അവിടെ ഒരു എന്തുള്ളൂ ആ കുട്ടിക്ക് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ മൂവ്മെന്റ്സിന് റെസ്ട്രിക്ഷൻ ആണെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കുട്ടികളുടെ മൂവ്മെന്റ്സിനുള്ള ഫ്രീഡം ആണ്. മോണ്ടിസോറി ബിലീവ് ദാറ്റ് എ ചൈൽഡ് ഹു ഈസ് കൺട്രോൾ ഹിംസെൽഫ് prepared to make analytical choice resist the feeling. Logical temptation is free. നമ്മള് നല്ല രീതിയിൽ കുട്ടികളുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും കൺട്രോൾ ഉണ്ടെങ്കിൽ അവന് കറക്റ്റ് ആയിട്ടുള്ള ചോയ്സും കാര്യങ്ങളും എടുക്കാൻ പറ്റും. അവന്റെ ഫീലിങ്സും കാര്യങ്ങളും അവന് മനസ്സിലാകും. എങ്ങനെ ടെംപ്റ്റേഷനും കാര്യങ്ങളും എന്നൊക്കെ ഇലോജിക്കൽ ആയിട്ടുള്ള ടെംപ്റ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാനായിട്ട് പറ്റും. Therefore എന്ന് വെച്ചാല് ആവശ്യമില്ലാതെ വഴക്കെടുക്കുന്നത്, ആവശ്യമില്ലാതെ ചൂടാവുന്നത്, പെട്ടെന്ന് ഇമോഷണൽ ഔട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. Therefore, freedom goes hands in hands with the responsibility and self-discipline. ഫ്രീഡം കൊടുക്കുന്നതിലൂടെ നമ്മൾ പറയും ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചീത്തയായി പോകുന്ന, അങ്ങനെയല്ല. ഫ്രീഡം കൊടുക്കുന്നതിലൂടെ അവർക്ക് റെസ്പോൺസിബിലിറ്റി സെൽഫ് ഡിസിപ്ലിന് കൂടും. അവരുടെ ഹാൻഡ് ഇൻ ഹാൻഡ് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോസിബിൾ ആകും. അവർക്ക് റെസ്പോൺസിബിലിറ്റി അവർക്ക് ഇംപ്രൂവ് ആവും. Within the prepared environment, the child is allowed to develop his focus.
നമ്മൾ എൻവയോൺമെന്റ്, നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിലൂടെ കുട്ടികൾ അവർ വർക്കും കാര്യങ്ങളും ചെയ്യാൻ ഫോക്കസ്ഡ് ആവും, ബിക്കം സെൽഫ് ഡിസിപ്ലിൻ. അവർ ഓട്ടോമാറ്റിക്കലി സെൽഫ് ഡിസിപ്ലിൻഡ് ചൈൽഡ് ആയിട്ട് മാറും. അവർ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അത് റെസ്പോൺസിബിലിറ്റിയോട് കൂടി കറക്റ്റ് ആയിട്ട് അവർ ചെയ്യാനായിട്ട് തുടങ്ങും. He is by that able to become truly free. അതെന്തുകൊണ്ടാണ് അവൻ കറക്റ്റ് ആയിട്ട് അവൻ തെറ്റ് ആദ്യം ചിലപ്പോൾ തെറ്റൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, തെറ്റ് ചെയ്ത് അവന് എന്ത് ചെയ്യും, അത് കറക്റ്റ് ചെയ്ത് അവൻ പെർഫെക്റ്റ് ആയിട്ട് അവൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഇൻ ഷോർട്ട്, മൂവ്മെന്റ്സ് ലീഡ്സ് ടു മസിൽ ഇംപ്രൂവ്മെന്റ്. മൂവ്മെന്റ്സിലൂടെ നമുക്ക് മസിൽ ഇംപ്രൂവ്മെന്റ് പോസിബിൾ ആവും. സ്റ്റിമുലേറ്റ് ദ മൈൻഡ് ആൻഡ് ഫീലിങ്സ്. നമ്മുടെ മൈൻഡും നമ്മുടെ ഫീലിങ്സും സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഡെവലപ്സ് ഇൻഡിപെൻഡൻസ്. ഒരു കുട്ടീനെ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് മൂവ്മെന്റ്സ് പോസിബിൾ ആണ്. കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് ത്രൂ അജിലിറ്റി, ബാലൻസ്, കോർഡിനേഷൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? നോർമലൈസേഷന് കാരണമാകുന്നു. ത്രൂ മൂവ്മെന്റ്സിലൂടെ മാത്രമേ നമുക്ക് എന്ത് പോസിബിൾ ആവുള്ളൂ? നോർമലൈസേഷൻ പോസിബിൾ ആവുള്ളൂ. നമ്മൾ അവിടെ വർക്ക് എന്നായിരിക്കും യൂസ് ചെയ്തത് അല്ലെ. ത്രൂ വർക്കിലൂടെ മാത്രമേ നോർമലൈസേഷൻ പോസിബിൾ ആവുള്ളൂ. ത്രൂ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രൂ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് പോസിബിൾ ആകുന്നത്? നോർമലൈസേഷൻ പോസിബിൾ ആകുന്നത്. ടോട്ടലി റിസൾട്ട് ഇൻ ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ്. അതിലൂടെ നമുക്ക് നമ്മുടെ ഹെൽത്തി ബോഡിയും മൈൻഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പറയാറുണ്ട് അല്ലെ, ഹെൽത്തി മൈൻഡ് ഈസ് ഇൻ ഹെൽത്തി ബോഡി. ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമായിരിക്കും ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക. അപ്പൊ നമ്മുടെ ബോഡി ആയിട്ട് തന്നെ ഹെൽത്തി ആക്കാനായിട്ട് ശ്രമിക്കുക. ത്രൂ മൂവ്മെന്റ്സിലൂടെ നമുക്ക് ഫിസിക്കൽ മൂവ്മെന്റ്സിലൂടെ നമ്മുടെ ബോഡി അത്യാവശ്യം മസ്കുലർ ഡെവലപ്മെന്റും കാര്യങ്ങളെല്ലാം നല്ല രീതിയിലായിരിക്കും. സോ നമ്മുടെ മൈൻഡും ഹെൽത്തി മൈൻഡ് നമുക്കത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ത്രൂ മൂവ്മെന്റ്സ് വേണം. അതേപോലെ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഈ ഒരു കാര്യം ഒന്ന് റീഡ് ചെയ്ത് നോക്കോ. മൂവ്മെന്റ്സിനെ കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്ക്.
റീഡിങ് നോക്കിയോ നിങ്ങള്? ഞാൻ ബാക്കിയുള്ള പോർഷൻസ് എടുക്കാണ്. ഞാൻ 31st ഒരു റിവിഷൻ ക്ലാസ് പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? സാറ്റർഡേ ആണ്, കയറാൻ പറ്റുമോ? നമ്മളുടെ ഈ വരുന്ന 26th മൺഡേ റിപ്പബ്ലിക് ഡേ ആണെന്ന് അറിയാം. ചിലപ്പോൾ നമുക്ക് ക്ലാസ് കിട്ടില്ല, അതുകൊണ്ടാണ് 31st വെക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഒന്ന് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതും പിന്നെ ഈ നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് സെഷൻസിനെ കുറിച്ചിട്ടും ഒരു റിവിഷൻ പോലെ പറഞ്ഞുതരാം. ഓക്കെ, നോക്ക് 31st കേട്ടോ. ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയണം, മാക്സിമം കയറാൻ പറയണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ കിട്ടിയോ? ഓക്കെ, ഡേറ്റ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പഠിച്ചൊക്കെ തുടങ്ങിയോ? മിസ്സേ വൈവ കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാന്ന് വിചാരിച്ചിട്ടിരിക്കണത്. വൈവയുടെ ടെൻഷൻ. വൈവ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടായിരുന്നു 19ാം തീയതി, പക്ഷെ ഡേറ്റ് കിട്ടിയിട്ടില്ല. വൈവ കഴിഞ്ഞാ ഒന്ന് ഫ്രീ ആവൂലോ, അതിന്റെ ഒരു ടെൻഷനില്ല. ആണോ? നാളെ മുതൽ ഡേറ്റ് വരുന്നുണ്ട് വൈവയുടെ. ആ, എല്ലാവരും റെഡിയാണോ വൈവി? കുറച്ചു പേരുടെ കഴിഞ്ഞു, ഇനിയും കുറെ പേരുടെ ഉണ്ട്. അടുത്ത നാളെ മുതൽ ഡേറ്റ് വരും കേട്ടോ വൈവയുടെ. സുബിത മോന് PR എന്ന് അറിയാമോ? PR ആരാന്നറിയാമോ? ആ, വിളിക്കാറുണ്ട്, നമ്പർ ഉണ്ട് കയ്യില്. ആ PR കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ രശ്മി ഉണ്ട് കേട്ടോ. രശ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്, കുട്ടീനെ കോണ്ടാക്ട് ചെയ്യണം. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്ട് ബാലൻസ് പോർഷൻ മൂവ്മെന്റ്സിന്റെ ബാക്കിയുള്ള പോർഷൻസ് ആണ് നമ്മൾ പറയുന്നത്. സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ്, ഇവിടെ 2 വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ് എന്ന് വെച്ചിട്ട്. സ്പിരിറ്റ് എന്ന് പറയുന്നത് മൈൻഡാണ്, ഫ്ലഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡിയാണ്. നമ്മുടെ ബോഡി, മനസ്സും നമ്മുടെ ശരീരവും. അക്കോർഡിംഗ് ടു മോണ്ടിസോറി, ഡ്യൂറിംഗ് ദ ഇൻഫന്റ് സ്റ്റേജ് ദ ചൈൽഡ് വാണ്ട് ടു ഡു മെനി തിങ്സ്. ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. പറക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അല്ലെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉണ്ടായിരുന്നു ചെറുപ്പത്തില്. ഇങ്ങനെ പറക്കണം, പക്ഷികളൊക്കെ ഇങ്ങനെ മുകളിൽ പറക്കൂലേ, ആ സമയത്ത് എനിക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ പറക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഞാൻ പറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തില്. താടി പോയി ഇവിടെ രചിച്ചിട്ടുണ്ട് കുരിശ് പോലെ. ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനെ കുറെ ഇതുണ്ടാവും, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞുള്ളൂ. ചൈൽഡ് വാണ്ട്സ് ടു ഡു മെനി തിങ്സ്, കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവും. ബട്ട് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ഡു ഇറ്റ്. പക്ഷെ നമുക്കത് ചെയ്യാനുള്ള പവർ ഉണ്ടാവും ഇല്ല. ദ സ്പിരിറ്റ് ഈസ് വില്ലിങ്, നമ്മുടെ മനസ്സ് അവിടെ വില്ലിങ് ആണ്. ബട്ട് ദ ഫ്ലഷ്, നമ്മുടെ ശരീരം വീക്ക് ആണ്. The flesh stands for almost absolutely complicity of the voluntary muscles with which we are endowed. വോളണ്ടറി മസിൽസ്, വോളണ്ടറി മൂവ്മെന്റ്സിനെ മൊത്തമായിട്ട് നമ്മുടെ ബോഡീനെ മൊത്തമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് തലകുത്തി മറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മുടെ മൈൻഡ് അങ്ങനെ ശ്രമിക്കും, ഇങ്ങനെ നമ്മൾ കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ ആവാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ ബോഡി എങ്ങനെയായിരിക്കും, വീക്ക് ആയിരിക്കും, നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. There are materials out of which child will have to create his instruments. അപ്പൊ നമ്മള് കുട്ടികള് എന്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഓരോ വർക്കും ചെയ്യുന്നത് ടു ക്രിയേറ്റ് ഇൻസ്ട്രുമെന്റ്സ്, അല്ലെങ്കിൽ അവര് ഓരോ കാര്യങ്ങളും ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. ദ ചൈൽഡ് അറ്റ് ബർത്ത് ലാക്ക് ഓഫ് കോർഡിനേഷൻ, നമുക്കറിയാം കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് കോർഡിനേഷൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇല്ല. ബിക്കോസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹിസ് നെർവസ് സിസ്റ്റം ഈസ് ഇൻസഫിഷ്യന്റ്. ആ കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ സ്പിരിച്വൽ എംബ്രിയോ മോണ്ടിസോറി കുട്ടിയെ ഡിസ്ക്രൈബ് ചെയ്ത് അവന്റെ മൈൻഡ് എങ്ങനെയാണ്, അല്ലെ അവന്റെ മൈൻഡ് എങ്ങനെയാണ്, സ്പിരിച്വൽ എംബ്രിയോ ആണ് ഇൻഫന്റ് ആയിരിക്കുന്ന സമയത്ത്. അവൻ പതിയാണ് ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്നത്.
അറ്റ് ബർത്ത് എങ്ങനെയാണ് ലാക്ക് ഓഫ് കോർഡിനേഷൻ, അവരുടെ നെർവസ് സിസ്റ്റം ഇൻസഫിഷ്യന്റ് ആണ്. പതിയെ അവരുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ അവരുടെ നെർവസ് സിസ്റ്റത്തിൽ ഡെവലപ്മെന്റ് സംഭവിക്കും. ഈ റിക്വയർ പ്രാക്ടീസ് ടു ഡെവലപ്പ് ഹിസ് നെർവസ് സിസ്റ്റം. അവൻ ഓരോ കാര്യങ്ങളും പതിയെ ചെയ്യുന്നതിലൂടെ അവരുടെ നെർവസ് സിസ്റ്റത്തിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. ഇറ്റ് ഈസ് ദ സൈക്കിക് ഡെവലപ്മെന്റ് വിച്ച് ക്രിയേറ്റ് മൂവ്മെന്റ്സ്. അങ്ങനെ സൈക്കിക് ഡെവലപ്മെന്റിലൂടെയാണ് മൂവ്മെന്റ്സ് പോസിബിൾ ആകുന്നത്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ഡെവലപ്ഡ് അല്ല. അപ്പൊ കുട്ടി നടന്നു തുടങ്ങുമ്പോഴേക്കും അവന് നല്ല രീതിയിൽ അവന്റെ ബ്രെയിൻ നെർവസ് സിസ്റ്റത്തിൽ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങൾ വന്നാൽ മാത്രമാണ് കുട്ടിയുടെ ആ ഒരു മൂവ്മെന്റ്സ് എന്ത് ചെയ്യുന്നത് പോസിബിൾ ആകുന്നത്. സോ സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൈൻഡ് ആൻഡ് ബോഡി ആണ് നമ്മുടെ മനസ്സും ശരീരവും. ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്തി മൈൻഡ് ഈസ് ഓൺലി ഇൻ എ ഹെൽത്തി ബോഡി. ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമായിരിക്കും ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ മനസ്സും ശരീരവും എവിടെയാണ് ഓക്കെ ആയിട്ടുള്ളത് അവിടെ നമ്മൾ നിൽക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് നമ്മുടെ മൈൻഡ് എവിടെയാണ് സെറ്റ് ആവുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമ്മുടെ സൈക്കിക് ഡെവലപ്മെന്റിലൂടെയാണ് മൂവ്മെന്റ്സ് പോസിബിൾ ആകുന്നത്. ഇനി മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ അസിമുലേഷൻ ആണ്. അസിമുലേഷൻ മീൻസ് അബ്സോർപ്ഷൻ. നമ്മൾ അഡാപ്റ്റേഷൻ നമ്മളിൽ വരുന്ന എന്താണ് അബ്സോർപ്ഷൻ. ഓരോ കാര്യങ്ങളും അക്യൂർ ചെയ്യുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നതിനെയാണ് മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ അസിമുലേഷൻ എന്ന് പറയുന്നത്. The child creates through movements. ഇത് എങ്ങനെ പോസിബിൾ ആകുന്നത്? ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ് കുട്ടി ഈ ഒരു അസിമുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. His actual learning involves movements. കുട്ടിയുടെ actual learning involve ചെയ്യുന്നത് എങ്ങനെയാണ്? മൂവ്മെന്റ്സിലൂടെയാണ്. The child also improve his mental power by searching out sensation and movements. അപ്പോ അവരുടെ മെന്റൽ പവർ അവൻ എങ്ങനെയാ ഇംപ്രൂവ് ചെയ്യുന്നത്? അവൻ സെൻസ് ചെയ്യുന്നതിലൂടെ അവരുടെ മൂവ്മെന്റ്സിലൂടെയാണ് അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. മൂവ്മെന്റ്സ് ആൻഡ് ഡിസ്കവറീസ് ആണ്. ത്രൂ മൂവ്മെന്റ്സിലൂടെ നമ്മൾ ഒരുപാട് ഡിസ്കവറീസ് ചെയ്യുന്നുണ്ട്. ത്രൂ മൂവ്മെന്റ്സിലൂടെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഡിസ്കവറി ആണ് കോൺസെൻട്രേഷൻ. ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തെടുത്തോട്ടെ, ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ? രാജേശ്വരി, സുബിത, എടാ ഈ പോർഷനും കൂടെ ഉള്ളൂ. സപ്പോസ് എങ്ങാനും എനിക്ക് 31st ക്ലാസ് കിട്ടിയില്ലെങ്കിൽ എന്റെ പോർഷൻ അവിടെ ലാഗ് ആവും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. According to Montessori, many schools use a variety way such as visual aid, story, the capacity of the teacher's manners, etc. to obtain attention and concentration of the children. അപ്പൊ കുട്ടികളുടെ കോൺസെൻട്രേഷനും അറ്റൻഷനും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിഷ്വൽ എയ്ഡ്സ്, കഥ പറഞ്ഞു കൊടുക്കുന്നു, ടീച്ചേഴ്സ് പറയുന്ന രീതി, അവരുടെ ആ ഒരു ക്ലാസ് എടുക്കുന്ന രീതി കുട്ടികളുടെ അറ്റൻഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Montessori believed that for concentration games to children must be engaged with the material. അപ്പൊ മോണ്ടിസോറി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം കോൺസെൻട്രേഷൻ, കുട്ടികളിൽ വർക്ക് ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ എമർജ് ചെയ്യുന്നത് ത്രൂ മെറ്റീരിയൽസിലൂടെ മാത്രമാണ്. ഓൾവേസ് വിത്ത് മെറ്റീരിയൽസ്, നെവർ വിത്തൗട്ട് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിലൂടെ മാത്രമാണ് കുട്ടികളിൽ എന്താണ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പോസിബിൾ ആകുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് ഡോക്ടർ മോണ്ടിസോറിയുടെ ചാപ്റ്റർ പഠിച്ച സമയത്ത് ഒരു കുട്ടി ഒരു 42 ടൈംസ് ഒരേ മെറ്റീരിയൽസ് വീണ്ടും ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ഓർമ്മയുണ്ടോ? 42 ടൈംസ് ആ കുട്ടി ആ ഒരു മെറ്റീരിയൽ മറ്റു ഡിസ്റ്റർബൻസ് ചുറ്റുണ്ടെങ്കിൽ പോലും ആ ഡിസ്റ്റർബൻസ് ഒന്നും വകവയ്ക്കാതെ അവൻ ആ ചെയ്തിരുന്ന വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് അവിടെ അവന് കോൺസെൻട്രേഷൻ പോസിബിൾ ആയത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെറ്റീരിയൽസ്. ആ മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൻ എല്ലാ ഒരു കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആയത്. നമുക്ക് മെറ്റീരിയൽസിലൂടെ മാത്രമാണ് കുട്ടികളിൽ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ത്രൂ പ്രാക്ടീസിലൂടെ കുട്ടികളിൽ വർക്ക് ചെയ്യുന്നതിലൂടെ മൂവ്മെന്റ്സിലൂടെ അവരിൽ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യും. These materials must be an object which does not interest in abstract manner, but it must lend itself into a positive activity, which the child leads to repeat the movements again and again. നോക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്റെ ഫേവറേറ്റ് മെറ്റീരിയൽ പിങ്ക് ടവർ ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഫേവറേറ്റ് മെറ്റീരിയൽ പിങ്ക് ടവർ തന്നെയാണ്. അപ്പൊ ആ ഒരു വർക്ക് ജസ്റ്റ് എന്താ പറയാ റിപ്പീറ്റ്ലി നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. അതേപോലെ തന്നെ നിങ്ങൾ ബൈനോമിയൽ ക്യൂബ് ചെയ്തോ? ഓക്കെ, ഫിസിക്സിന് വന്നവര് കണ്ടിട്ടില്ലേ? ജിഷ മിസ് ബൈനോമിയൽ ക്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? അപ്പൊ കണ്ടിട്ടുണ്ടാവല്ലോ.
ആ മെറ്റീരിയൽ കുറച്ച് കോൺസെൻട്രേഷനോട് കൂടി നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ അത് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, മിസ് അപ്പൊ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ കയ്യിലെ മെറ്റീരിയൽ കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റും. പക്ഷെ നമ്മളത് കറക്റ്റ് ആയിട്ട് ആ ഒരു മെറ്റീരിയലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. വീണ്ടും നമ്മളത് എന്താ പറയുക ഡിസലോക്കേറ്റ് ചെയ്യും, വീണ്ടും എടുത്ത് കറക്റ്റ് ചെയ്യും. നമുക്ക് മെറ്റീരിയൽസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടൊരു ഫീലിംഗ് നമുക്ക് തോന്നും. She further remarked that this movements must have an intelligent atmosphere. അപ്പൊ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് ഒരു ഇന്റലിജന്റ് അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് മോണ്ടിസോറി കുട്ടികൾക്ക് ഒരുപാട് നേരം മറ്റു ഡിസ്റ്റർബൻസിൽ നിന്നൊക്കെ മാറി അവരുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ്. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് പെട്ടെന്ന് പഠിക്കുന്ന സമയത്താണ് വിചാരിക്കുക, പഠിക്കുന്ന സമയത്ത് ഒരുപാട് നേരമായിട്ട് വായിച്ചു പഠിക്കുകയാണ്. സോ എനിക്ക് തലയിൽ കയറുന്നില്ല, എനിക്കെന്നെ മനസ്സിലായി പഠിച്ചിട്ടൊന്നും കയറുന്നില്ലല്ലോ ഭഗവാനെ. ഇപ്പൊ കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മൾ വൈവയൊക്കെ കഴിഞ്ഞ് എക്സാമിനോട് അടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അപ്പൊ തലയിൽ കയറുന്നില്ല, ഒരുപാട് പഠിക്കാനുണ്ട്, ഒന്നും തലയിൽ കയറുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പി ജിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് വരെ ഒരു 8th മുതൽ PG വരെ ഞാൻ എന്താണ് കണ്ടിന്യൂസ്ലി എഴുതിയാ പഠിച്ചിട്ടുള്ളത്. വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അത്രയും എഴുതും, അത്രയും നോട്ട് ബുക്സ് ഓരോ എക്സാം കഴിയുമ്പോഴും അത്രയും നോട്ട് ബുക്സ് എൻ്റെ ഉണ്ടാവും. കാരണം എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി പഠിച്ചാലേ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. അത് എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്, ഞാൻ എഴുതിയേ പഠിക്കും. ചില വായിച്ച് പഠിക്കൂല എന്നല്ല, വായിച്ച് പഠിച്ചാലും അതൊരു പ്രാവശ്യം എഴുതി നോക്കിക്കഴിഞ്ഞാൽ അതെനിക്ക് സെറ്റാണ്. വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ കേറുന്നല്ലേ. വൺ വേർഡ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ PSCയോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ വൺ വേർഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വായിച്ച് പഠിച്ചാലും തലയിൽ കയറും. നിങ്ങളെ സംബന്ധിച്ച് വൺ വേർഡ്സ് ആണല്ലോ, നിങ്ങൾക്ക് വായിച്ച് പഠിച്ചാലും അത് മനസ്സിൽ കയറും. പക്ഷെ നമ്മളത് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് എഴുതി തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഞാനതൊന്ന് എഴുതി നോക്കണം, എന്നാലേ എന്റെ മനസ്സിലേക്ക് അതങ്ങള് സ്റ്റോർ ആവുള്ളൂ. എനിക്ക് കോൺസെൻട്രേഷൻ പോസിബിൾ ആവണമെങ്കിൽ അവിടെ മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ എനിക്ക് റൈറ്റിംഗ് പോസിബിൾ ആവണം. റൈറ്റിംഗ് എന്ന് പറയുന്നതും ഒരു മൂവ്മെന്റ് ആണ്. മൂവ്മെന്റിലൂടെ മാത്രമാണ് നമുക്ക് കോൺസെൻട്രേഷൻ പോസിബിൾ ആകുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും കേട്ടോ. ചിലവർക്ക് നടന്നു പഠിച്ചാൽ പെട്ടെന്ന് തലയിൽ കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന് അങ്ങനെയാ, അവള് നടന്നു പഠിക്കുള്ളൂ. പഠിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ അവൾ ഇരിക്കില്ല, അവൾ ഞാൻ നടന്നേ പഠിക്കും. സോ മൂവ്മെന്റ്സ്, റിപ്പീറ്റേഷൻ ആൻഡ് ഡിസ്കവറി. മൂവ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യും, അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ത്രൂ മൂവ്മെന്റ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഡിസ്കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. മോണ്ടിസോറി believed that even when a child has been taught and he understands what he has learned, it is important that the child must go on repeating the same exercise again for sake of love of it. ഈ കുട്ടികളിലെ ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തോന്നും. അതേ മെറ്റീരിയൽസ് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് അവർക്ക് തോന്നുന്നു, നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം അവരുടെ ഇഷ്ടം കൊണ്ടാണ്, ഒരു ഹാപ്പിനെസ്സോട് കൂടിയാണ് അവരിങ്ങനെ ആ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളും വീണ്ടും വീണ്ടും ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ബീങ് ഇൻട്രൊഡ്യൂസ്ഡ് ടു എ പേഴ്സൺ and staying with him and enjoying the time spent with him. അപ്പോ ആ ഒരു മെറ്റീരിയൽസ് ആയിട്ട് അവർ ചെയ്യുന്ന വർക്ക്, അവർ ആ ഒരു മെറ്റീരിയൽസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് അത് അവർ അത്രയും എൻജോയ് ചെയ്ത് അത്രയും ഹാപ്പിനെസ്സോട് കൂടിയാണ് ചെയ്യുന്നത്. കുഞ്ഞു മക്കളെ കൊണ്ട് ഗ്രാജുവേറ്റ് ക്ലാസ്സിന് വന്നവർക്ക് അറിയാൻ പറ്റും, അവരത് ആ ഒരു മെറ്റീരിയൽസ് അത്രയും പ്യുവർ ആയിട്ട് അത്രയും ഇഷ്ടത്തോടു കൂടി അവർ എന്ത് ചെയ്യാണ്, അത് ഇഷ്ടപ്പെട്ട് ചെയ്യാണ്. ചില കുട്ടികൾ അത്രയും ഇഷ്ടത്തോടു കൂടി ആയിരിക്കും അവർ ചെയ്യുന്നത്. സഡൻ ഇലൂമിനേഷൻ മീൻസ് പ്രകാശമാണ്. നമ്മൾ വർക്ക് സെയിം എക്സസൈസ് വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ നമുക്ക് ചില പ്രകാശങ്ങൾ കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. കോൺസെൻട്രേഷൻ എന്ന് വിചാരിക്കും, നമ്മൾ ഒരുപാട് പ്രാവശ്യം ആ ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. Why it is important to repeat the same exercise again and again? എന്തുകൊണ്ടാണ് നമ്മൾ ഈ എക്സസൈസ് വീണ്ടും വീണ്ടും ചെയ്യണം എന്ന് പറയുന്നത്? ദിസ് ഈസ് അബ്സല്യൂട്ട് ഇമ്പോർട്ടൻസ് ഫോർ മെന്റൽ ഡെവലപ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് it is after much recurrence suddenly comes a mental illumination. അവർ ഈ മൂവ്മെന്റ്സ് ചെയ്യുന്നതിലൂടെ, വർക്ക് ചെയ്യുന്നതിലൂടെ അവർ സഡൻ ആയിട്ടുള്ള മെന്റൽ ഇലൂമിനേഷൻസ് അക്വയർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇനി
പറയുന്നത് മോണ്ടിസോറി എക്സ്പ്ലോഷൻ ആണ്. കുട്ടികളുടെ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് കേട്ടോ. സോറി കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞത് മോണ്ടിസോറി എക്സ്പ്ലോഷനെ കുറിച്ചിട്ടാണ്. മോണ്ടിസോറി സ്റ്റേറ്റ് that the outward evidence of this inward mental growth എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ mental growth reveal itself with an almost explosive violence എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ മെറ്റീരിയൽസും തമ്മിൽ ഒരുപാട് ബോണ്ട് കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്യും. അവർ മെറ്റീരിയൽസിനോട് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ഏരിയ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടോ, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് കണ്ടോ? പ്രാക്ടിക്കൽ ക്ലാസ് ലൈവ് ക്ലാസ് കണ്ടവരില്ലേ ഇവിടെ? എന്താണ് സുബിത, ലൈവ് ക്ലാസ് കണ്ടില്ലേ? അപ്പോ നമ്മള് കാണാപ്പാഠം പഠിക്കുക അല്ലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള്. ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് അടികെട്ടി പഠിച്ച ഒരു സാധനം മൾട്ടിപ്ലിക്കേഷൻ ടേബിള്. 1 into 1 1 into 2 2 എന്ന് പറഞ്ഞിട്ട് കാണാപ്പാഠം പഠിച്ച. അതൊന്നും എനിക്കറിയില്ല എന്താണ് 1 into 1 എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവിടെ നമ്മൾ ബീറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കുട്ടികൾ അത് എക്സ്പ്ലോർ ചെയ്യാം, കാര്യങ്ങൾ മനസ്സിലാക്കാണ്. 1 യൂണിറ്റ് അല്ലെങ്കിൽ 2 into 2 എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് 2 ടൈംസ് ചെയ്യുമ്പോഴാണ് 2 into 2 2 എന്ന് പറയുന്നത്. അല്ലാതെ നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് കാണാപ്പാഠം പഠിക്കായിരുന്നു. നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളുടെയൊക്കെ ട്രഡീഷണൽ സ്റ്റഡിയില് നമ്മൾ ഫുള്ള് കാണാപ്പാഠം പഠിക്കാം. അപ്പൊ ഷീ സെഡ് ദാറ്റ് ദീസ് എക്സ്പീരിയൻസ് are so common that they call it as Montessori explosion. ഇത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് Montessori explosion. Examples of such explosion നമുക്കറിയാം അല്ലെ. കുട്ടികളിൽ ആദ്യം വരുന്നത് റൈറ്റിംഗ് ആണ്, പിന്നീട് റീഡിങ് പോസിബിൾ ആവാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുട്ടികൾക്ക് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയല് എന്താണ്? സാൻഡ് പേപ്പർ, ആൽഫബറ്റ്സ് ആണ്. നമ്മൾ സാൻഡ് പേപ്പർ കുട്ടികളെ കൊണ്ട് ടച്ച് ചെയ്യിക്കാണ്. ആ ഡിഫറൻസ് ബിറ്റ്വീൻ സ്മൂത്ത് ആൻഡ് റഫ്നെസ് അത് അവർ മനസ്സിലാക്കും. സ്മൂത്തും റഫും അവർ മനസ്സിലാക്കി. അപ്പൊ ആ ഡിഫറൻസ് അവർ തന്നെ അത് വരയ്ക്കാൻ തുടങ്ങും. അവർ വെറുതെ ചോക്ക് ഒരു പെന്നും എടുത്തിട്ട് പെൻസിലും എടുത്തിട്ട് അവർ വരയ്ക്കാൻ തുടങ്ങും. വരച്ചു വെക്കുക അല്ലെ. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അവരെന്താണ്? വരയ്ക്കുക എന്ന് പറയുന്നത്. അമ്മ ഞാൻ എ വരച്ചു കേട്ടിട്ടുണ്ടാവും അല്ലെ കുഞ്ഞുമക്കള് പറയണത്. അമ്മ ഞാൻ എ വരച്ചു എന്നാ പറയുന്നത്. അവർ എഴുതിയെന്ന് പറയില്ല, അവര് വരച്ചു, എ വരച്ചു, ആ വരച്ചു എന്നൊക്കെ പറയും. അത് റൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് നമ്മൾ ഈ സാൻഡ് പേപ്പറിലൂടെ. നമുക്കത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കുട്ടികളിലെ റൈറ്റിംഗ് പോസിബിൾ ആക്കാനായിട്ട് പറ്റും. എന്റെ മോളെ സംബന്ധിച്ച് ഞാൻ അവളെ നമ്മൾ കൈ പിടിച്ച് നിർബന്ധിച്ച് എഴുതിപ്പിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വാങ്ങിച്ചു കൊടുത്തു. മോണ്ടിസോറിന്നല്ല, നമ്മള് ആൽഫബറ്റ്സ് ഇട്ട് ഞാൻ പ്രീ റൈറ്റിംഗ് ബോർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. കാണിച്ചു തന്നിട്ടില്ലേ? പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ്, ആൽഫബറ്റിന്റെ ആണോ. ഞാൻ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആൽഫബറ്റ്സിന്റെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ കർവും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നതാണ്. അതേപോലെ തന്നെ ആൽഫബറ്റ്സിന്റെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. ഇതാണ് ഞാൻ മോക്ക് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോ നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ അവള് ഓട്ടോമാറ്റിക്കലി അത് എഴുതാനായിട്ട് സ്വയം എഴുതാനായിട്ട് പഠിച്ചു. സ്വയം അവളത് എഴുതാൻ പഠിച്ചുകൊണ്ട് അവളത് അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ അവൾ എഴുതുമായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ഹാൻഡ് റൈറ്റിംഗ് അക്ഷരങ്ങളൊക്കെ എഴുതുമായിരുന്നു. പിന്നെ ഞാനൊന്ന് ചെറുതായിട്ട് കറക്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ പറയാട്ടോ. എനിക്കും ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സിൽ അവള് വലുതാക്കിയൊക്കെ എഴുതുന്നേ. എയും ബി ഒക്കെ പ്രീ റൈറ്റിംഗ് ബോർഡ്സിൽ അവള് വലുതാക്കി എഴുതുന്നത്. ഇത് 4 ലൈനിലേക്ക് എഴുതിയ സമയത്ത് ആൾക്ക് ചെറിയ ഒരു പ്രശ്നങ്ങൾ കണ്ടു. കാരണം അവള് ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എഴുതിയതിനു ശേഷം അവള് ബോർഡിൽ എഴുതാൻ തുടങ്ങിയത്. നമുക്ക് ബോർഡിൽ എഴുതുമ്പോൾ അത്രയും കറക്റ്റ് ചിലപ്പോൾ കയറി മറങ്ങിയൊക്കെ വന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മള് A4 എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതണം. ആ സമയത്ത് ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തപ്പോ അവള് അത് ശരിക്കും കറക്റ്റ് ആയിട്ട് ടീച്ചറും പിന്നെ നല്ല രീതിയിൽ പറഞ്ഞ് കൊടുത്തതിന്റെ പാളവും ഒക്കെയായി.
അപ്പൊ അവളെ അക്ഷരങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കാര്യങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവർ ഓട്ടോമാറ്റിക്കലി റൈറ്റിംഗ് പഠിക്കും. അതേപോലെ തന്നെ നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആൽഫബറ്റ്സിൽ ഫോണറ്റിക് സൗണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സൗണ്ട്സ് യൂസ് ചെയ്ത് നമ്മൾ ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് റീഡിങ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഏതൊരു കാര്യം ഫോണറ്റിക്സ് യൂസ് ചെയ്ത സൗണ്ട്സും കാര്യങ്ങളും യൂസ് ചെയ്ത് നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് ആ റീഡിങ് കാര്യങ്ങളും പോസിബിൾ ആവും. ഇനി ദ മെറ്റീരിയൽ ആസ് ദ ഗേറ്റ് വേ ടു ന്യൂ ഡിസ്കവറീസ്. നമ്മൾ മോണ്ടിസോറി ഡിസ്കവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസെൻട്രേഷൻ, ഡിസിപ്ലിൻ, ലവ് ഓഫ് റിപ്പീറ്റേഷൻ, ലവ് ഓഫ് വർക്ക്, ഡിസിപ്ലിൻ പറഞ്ഞു, ഒബീഡിയൻസ്, സെൽഫ് കോൺഫിഡൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഗേറ്റ് വേ ആണ്, പുതിയ ഡിസ്കവറീസിനുള്ള ഒരു ഗേറ്റ് വേ ആണ് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. By the children are advised to use each of the materials in a particular way. ഒരു കുട്ടി യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു കുട്ടി മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. എന്റെ മോള് പിങ്ക് കവർ, ഞാൻ വുഡന്റെ ചെയ്യിച്ചു. പിങ്ക് കവർ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വുഡന്റെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അസെൻഡിങ് ഓർഡറും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്തു. ആള് അത് ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ അവളുടേതായ രീതിയിൽ ആ മെറ്റീരിയൽ ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെയും ചെയ്യാല്ലേ മെറ്റീരിയൽ. അപ്പൊ കുട്ടികളുടേതായ രീതിയിൽ ഓരോ കാര്യങ്ങളും ഡിസ്കവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. While the children are advised to each of materials in a particular way. ഓരോ കുട്ടിയും അവരുടേതായ രീതിയിലായിരിക്കും മെറ്റീരിയൽസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ വേ. പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യും. It is often exposed by the children to new way to use the material. നമ്മൾ കുട്ടികളിൽ നിന്ന് പഠിക്കണം പുതിയ വേസ് എങ്ങനെയാണ് മെറ്റീരിയൽസും കാര്യങ്ങളും അവര് വർക്ക് ചെയ്ത് നോക്കി നമ്മൾ പഠിക്കേണ്ടവര്. കാരണം നമ്മൾ ഡെവലപ്ഡ് ആണ്, നമ്മളുടെ മൈൻഡിൽ വേറൊന്നും വരില്ല, നമ്മൾ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ അവരെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മൾ അത് കുറച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇൻ ദിസ് വേ the child will be leads to discover new facts, ന്യൂ റിലേഷൻഷിപ്പ്. നമ്മൾ ന്യൂ ഫാക്ട്സും കാര്യങ്ങളും കുട്ടികൾ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മൂവ്മെന്റ്സ് ആൻഡ് ഡിസ്കവറിംഗ് ആണ് ലാസ്റ്റ് ഞാൻ എടുത്ത ടോപ്പിക്. മൂവ്മെന്റ്സ് ത്രൂ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് നമുക്ക് കോൺസെൻട്രേഷൻ പോസിബിൾ ആകുന്നത്. ത്രൂ മൂവ്മെന്റ്സിലൂടെ നമുക്ക് കുട്ടികളിൽ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് കാണാം. ത്രൂ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ത്രൂ മെറ്റീരിയൽസ് ഇല്ലാതെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കുഞ്ഞു കുട്ടികളുടെ കേസിൽ ഒരു 3 വയസ്സ് മുതൽ കുട്ടികളിൽ ആ ഒരു കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ മൂവ്മെന്റ്സിലൂടെ നമുക്ക് കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മൂവ്മെന്റ്സ്, റിപ്പീറ്റേഷൻ, ഡിസ്കവറി. മൂവ്മെന്റ്സിലൂടെ അവർ വർക്ക് ചെയ്യുന്നതിലൂടെ ഓരോ വർക്കും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ അവരിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. അവരെ വർക്ക് ചെയ്യുന്നത് ഇഷ്ടത്തോടു കൂടി എൻജോയ് ചെയ്ത് ഹാപ്പിനെസ്സോടു കൂടി ആയിരിക്കും. നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലായിരിക്കും നമ്മൾ ഏതൊരു വർക്കും ചെയ്യുന്നത്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, അത് എൻജോയ് ചെയ്ത് അവർ ഹാപ്പി, അവർ ചെയ്യുന്ന രീതി അവരെ എക്സ്പ്ലോർ ചെയ്താണ് അവരെ വർക്ക് ചെയ്യുന്നത്. സഡൻ ഇലൂമിനേഷൻ, അവർ ഓരോ വർക്ക് ചെയ്യുന്നതിലൂടെ അവരില് മെന്റൽ ഇലൂമിനേഷൻസ് സംഭവിക്കും. പിന്നെ മോണ്ടിസോറി എക്സ്പ്ലോഷർ എന്ന് വെച്ചാൽ നമ്മൾ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പോലുള്ള എക്സ്പ്ലോഷൻസും കാര്യങ്ങളും കുട്ടികൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പുതിയ ഡിസ്കവറീസിന് ഒരു ഗേറ്റ് വേ തന്നെയാണ്. നമ്മുടെ മെറ്റീരിയൽസ് കുട്ടികളുടേതായ രീതിയിൽ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിലൂടെ കുട്ടികളിലെ ന്യൂ ഡിസ്കവറീസ് പോസിബിൾ ആകും. ഓക്കെ, അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. മൂവ്മെന്റ്സ് പറഞ്ഞത് ത്രൂ മൂവ്മെന്റ്സിലൂടെ അല്ലാതെ കുട്ടികളിൽ നോർമലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് പോസിബിൾ ആകില്ല. വെരി ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ നോക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ മോക്ക് ടെസ്റ്റിൽ ഇടും. മാക്സിമം നോക്കാം. എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഉണ്ടോ? രാജേശ്വരി, സുബിത, മിസ്, ഇത് നമുക്ക് കഴിഞ്ഞ ഫസ്റ്റ് ടൈമിൽ ഉണ്ടായി അതേപോലെ എക്സാം തന്നെയല്ലേ ഉണ്ടായിരിക്കുക? വരുന്ന ടൈം എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമിൽ വന്ന പോലെ തന്നെ ആയിരിക്കും. പാർട്ട് 3യും പാർട്ട് 4ൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ടൈം എക്സാം 2 വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടല്ലേ മെയിൻ എക്സാമിന്റെ ഡേറ്റ് വരുന്നത്. ടൈം എക്സാം 2 എന്നാ വരുന്നത്? എന്നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? ഫെബ്രുവരി 2. അപ്പോ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മെയിൻ എക്സാം വരുന്നത്. മെയിൻ എക്സാം നമ്മള്
നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ ഡിവൈഡ് ചെയ്ത രീതി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ, ആ ഒരു ഓർഡറിലായിരിക്കും പേപ്പർ 1, 2, 3, 4 അങ്ങനെ 6 പേപ്പേഴ്സ് നമ്മൾ മൊഡ്യൂൾ 1ൽ നിന്നും 7th പേപ്പർ ഇംഗ്ലീഷ് ആണ്, അത് മൊഡ്യൂൾ 2ൽ നിന്നാണ് വരുന്നത്. അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്ത പോർഷൻസ് ഈ പ്രാവശ്യം നമ്മൾ ടേം 2ൽ എടുത്ത പോർഷൻസ് ഒന്ന് സമപ്പ് ചെയ്യാം. മറ്റാണെങ്കിൽ ടേം 1ലെ പോർഷൻസ് കൂടി ഒന്ന് സമപ്പ് ചെയ്യാൻ നോക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, മിസ്റ്റേ നമുക്ക് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റും അത് 2 പാർട്ടല്ലേ എക്സാമിന് ഉണ്ടാവുക, ടേം എക്സാമിന്? അതേടാ, മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റും. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you.